രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദേ നമഃ. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. ജാനകീ ജീവനസ്മരണം ജയ ജയ രാമ രാമ. നമസ്കാരം. പേര് സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. വാൽമീകി രാമായണത്തിൽ രാവണൻ തൻ്റെ ആ ഒരു മഹത്വം എത്രയാണ് എന്ന് സീതയോട് പറഞ്ഞറിയിക്കുന്നതും സീത അതിനെ പുല്ലുപോലെ തള്ളിയതും ആണ് നമ്മൾ കണ്ടത്. സിംഹത്തിൻ്റെ മുമ്പിൽ ചെന്നായ പോലെയാണ് രാമൻ്റെ മുമ്പിൽ രാവണൻ എന്നും അനേകം ഉപമകൾ ഒക്കെ വെച്ച് വളരെയധികം നികൃഷ്ടമായ കർമ്മം ചെയ്യുന്ന നീ അജിതേന്ദ്രിയനാണ്. അജിതേന്ദ്രിയന് ശരിക്കും എന്ത് യോഗ്യതയുള്ളത്? ധർമ്മിഷ്ഠന്മാരുടെയും സജ്ജനങ്ങളുടെയും മാഹാത്മ്യം വർണ്ണിക്കുമ്പോൾ പ്രധാനം പറയുന്ന ഒരു ഗുണമാണ് ജിതേന്ദ്രിയത്വം. അത് നിനക്കില്ല. പിന്നെ നിനക്ക് എന്ത് ഗുണമുണ്ടായിട്ട് എന്താണ് രാവണ കാര്യം? ആര് നിന്നെ ബഹുമാനിക്കണു പേടിക്കണു? ഈ ലോകം മുഴുവനെ പേടിച്ചാലും എനിക്ക് നിന്നെ പേടിയില്ല, ബഹുമാനവും ഇല്ല. കാരണം രണ്ട് കാരണമാണ്. ഒന്ന്, നിൻ്റെ ദുർനടപടി പ്രകാരമുള്ള ജീവിതം, അതുകൊണ്ടൊരാളെ പേടിക്കാതിരിക്കാൻ പറ്റില്ല. വേറൊന്ന്, ശക്തനായിട്ടുള്ള രാമൻ എനിക്ക് ബലമായിട്ടുണ്ട്. അതുകൊണ്ട് നീ എത്രത്തോളം ചീത്തയായാലും എനിക്ക് രാമനുള്ളിടത്തോളം ബലമുണ്ട്. രാമൻ ഇപ്പോൾ വരുന്നാണല്ലോ വിചാരിക്കുക. വരണേൻ്റെ മുമ്പേ കൊണ്ടുപോകും എന്നൊന്നും സീതയ്ക്ക് അപ്പോൾ അറിയില്ല. എന്തെങ്കിലും പറഞ്ഞിട്ട് രാവണനെ അയക്കാൻ കഴിയുമെങ്കിൽ രക്ഷപ്പെട്ടു എന്നാണ്. അപ്പോൾ രാമനാകുന്ന ബലം എനിക്കുള്ളിടത്തോളം നമുക്ക് എന്ത് ഗുണം ഉണ്ടായിട്ടും കാര്യമില്ല, എന്ത് ദോഷം ഉണ്ടായിട്ടും കാര്യമില്ല, അതൊന്നും എന്നെ ബാധിക്കില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, എന്നെ തൊട്ട് കളിച്ചാൽ നീ വിവരം അറിയും. ഇന്നത്തെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ആണ് ജീവേച്ചിരം വജ്രധരസ്യ പശ്ചാത് ശചിം പ്രദക്ഷ്യ പ്രതിരൂപരൂപാം നമാദിശീം രാക്ഷസദർശയിത്വാ പീതാമൃതസ്യാപി തവാസ്തി മോക്ഷ. ഒരു പക്ഷേ ആ ഇന്ദ്രലോകത്ത് പോയിട്ട് ഇന്ദ്രപത്നിയെ നിനക്ക് കട്ടാൽ കഴിഞ്ഞേക്കാം. കഴിഞ്ഞിട്ടല്ല അത് പറയണത്, അതൊരു ഉപമയാണ്. അതിലും പ്രയാസമാണ് രാമപത്നിയായിരിക്കുന്നതിനെ നിനക്ക് കൊണ്ടുപോകാൻ. ഇത് അങ്ങോട്ട് പറയുമ്പോഴേക്കും രാവണന് കോപാന്ധനായി. എൻ്റെ പരാക്രമങ്ങൾ ഈ സുന്ദരി നിനക്ക് മുഴുവനെ അറിയില്ല. ഈ ഭൂമിയെ കൈകളെ കൊണ്ടെടുത്ത് എനിക്ക് ഉയർത്താൻ സാധിക്കും. മനസ്സിലായിട്ടുണ്ടോ നിനക്ക്? ആർക്കെങ്കിലും ലോകത്തിൽ കഴിയുമോ? എന്നാൽ എനിക്ക് കഴിയും. കടലിലത്തെ ജലം കുടിച്ച് തീർക്കാം. അത് സിദ്ധിയിലോർക്ക് പറ്റും. പണ്ട് അഗസ്ത്യൻ ചെയ്തിരുന്നു എന്നാണ്. കാലനോട് എതിർക്കാൻ ഈ ലോകത്തിൽ ആർക്കെങ്കിലും പറ്റുമോ? എന്നാൽ എനിക്ക് പറ്റും. അതുകൊണ്ട് ഞാൻ സാധാരണക്കാരനല്ല. അത്തരത്തിലുള്ള എന്നെ നീ കാമരൂപേണ കാണുക. കാമരൂപേണ ഉന്മത്തേ പശ്യമാം കാമരൂപിണം. കാമരൂപി ആയിട്ടുള്ള എന്നെ നീ കാമരൂപേണ കാണുക. അത് നിനക്ക് നല്ലത് വരുത്തും. അല്ലെങ്കിൽ നീ ചിലപ്പോൾ അപകടത്തിലാവും. ഇതിങ്ങനെ പറഞ്ഞ് രാവണൻ എന്ത് ചെയ്തു? സദ്യസൗമ്യം പരിത്യജ ഭിക്ഷുരൂപം സരാവണ സ്വൻരൂപം കാലരൂപാഭം ബേജേ വൈശ്രവണാനുജ. അനുജനായിരിക്കുന്ന രാവണൻ തൻ്റെ യഥാർത്ഥ സ്വരൂപം കൊണ്ടെടുത്തു. രൂപം കാണിച്ചു കൊടുത്തിട്ട് നീ പേടിപ്പിക്കാൻ പറ്റുമോ എന്നറിയണമല്ലോ. അങ്ങനെ 10 തല 20 കൈയൊക്കെയുള്ള തൻ്റെ ആ അഞ്ജനശൈലം പോലെയുള്ള കറുത്ത ഇരുണ്ട് ഭീഷണം ഉണ്ടാക്കുന്ന സ്വരൂപത്തെ കാണിച്ചു കൊടുത്തു. അതിന് പറഞ്ഞു, നൈവചാഹം ക്വചിത് ഭദ്രേ കരിഷ്യേ തവ വിപ്രിയം. നീ എൻ്റെ കൂടെ വഴങ്ങി വരികയാണെങ്കിൽ ഒരു വിപ്രിയം എന്നിൽ നിന്ന് നിനക്കുണ്ടാവില്ല. നീ എന്ത് പറഞ്ഞു അതാണ് എൻ്റെ നിയമം.
എന്തും ഞാൻ നിനക്ക് വേണ്ടി ചെയ്യും, ഒരു അപ്രിയം നിന്നോട് ഞാൻ ചെയ്യില്ല. നീ ഈ കാട്ടിൽ കൂടെ നടക്കണ രാമനോടുള്ള സ്നേഹം, മനുഷ്യ സ്നേഹം ദയവായി ഉപേക്ഷിച്ച് എന്നെ സ്നേഹിക്കൂ. അത്രയും ഞാൻ പറയുന്നുള്ളൂ, വേറെ ഒന്നും പറയില്ല. അതാണ് പറഞ്ഞാൽ ചെയ്താലോ. എങ്ങനെ നോക്കിയാലും നീ പറയണതാണ് എൻ്റെ പിന്നത്തെ ജീവിതം. അത്ര ഞാൻ നിനക്ക് അടിമപ്പെട്ട 5000 ദാസിമാരെ തരാമെന്ന് പറഞ്ഞു. എന്തു വേണമെങ്കിലും നിനക്ക് ഞാൻ തരാം. രാജ്യം നഷ്ടപ്പെട്ട ഒരാൾ കാട്ടിൽ അല്പായുസായിട്ട് കഴിയുക, അങ്ങനെ അച്ഛനാൽ ത്യജിക്കപ്പെടുക, നാട് കടത്തപ്പെട്ട ഒരാളിൽ എന്ത് ഗുണമാണ് നിനക്ക് കാണാൻ കഴിയുന്നത്? ഒരു പെണ്ണിൻ്റെ വാക്ക് കേട്ടു എന്നും പറഞ്ഞ് അതനുസരിക്കാനുള്ള ഒരച്ഛൻ, അച്ഛൻ പറയുമ്പോഴേക്കും അതനുസരിക്കാനുള്ള ഒരു മകൻ, രണ്ടും കണക്കാന്ന് പറയുക രാവണൻ. രാമൻ്റെ അച്ഛനും കണക്കാണ്, രാമനും കണക്കാണ്. വിട്ടികളാണ് രണ്ടാളും. മിണ്ടാണ്ടിരിക്കൂ കൈകേയി എന്ന് പറഞ്ഞൂടെ ആ അച്ഛന്? നമ്മുടെ പ്രഥമദൃഷ്ടി അങ്ങനെയൊക്കെ വരും, തോന്നും. അതനുസരിക്കാനൊരു രാമനും, ആ രാമനെ നിനക്കൊട്ട് സ്നേഹവും കഷ്ടം. ഇതോടുകൂടിയിട്ട് തൻ്റെ ആ സ്വരൂപം യഥാർത്ഥത്തിൽ ഇങ്ങോട്ടെടുത്ത് ബുധൻ ആകാശത്തിൽ രോഹിണിയെ എന്ന പോലെ സീതയെ പിടികൂടുകയാണ്. ഇനിയും ഇവിടെ ഇരുന്ന രാമൻ വരും, തൻ്റെ ഉദ്ദേശം സാധിക്കില്ല എന്ന് വിചാരിച്ച് ഒരു കൈകൊണ്ട് തലമുടി കണ്ട് ചുറ്റിപ്പിടിച്ച് വേറെ കൈകൊണ്ട് കാലിൻ്റെ അവിടെ കണ്ട് താങ്ങി പർവ്വതത്തിനൊത്തതായിട്ടുള്ള യമന് തുല്യമായിട്ടുള്ള അവനെ കണ്ട് വനദേവതമാരെല്ലാം പേടിച്ചരണ്ടു. അവരൊക്കെ പോയി ഒളിച്ചു. രാമ എന്ന് ഉറക്കെ വിളിച്ചുകൊണ്ട്, ലക്ഷ്മണ അല്ലയോ ശക്ത മഹാബാഹു, എന്നെ രക്ഷിക്കണേതാ, പരപുരുഷൻ വന്ന് എന്നെ അപായപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കണു. അവൻ എന്നെ കൈകൊണ്ട് തൊട്ടു, അവൻ എന്നെ പിടിച്ചു, കടന്നു പിടിക്കൽ കഴിഞ്ഞു, എൻ്റെ മാനം പോയല്ലോ ഈശ്വര, പരന്തപ രാമ എന്ന് വിളിക്കണം. അങ്ങ് തെറ്റ് ചെയ്തവരെ സദാ ശിക്ഷിക്കുന്ന ആളല്ലേ? എന്താണ് എൻ്റെ വിളി കേട്ടിട്ട് ഇവിടെ വരാത്തത്? ചില കർമ്മങ്ങളുടെ ഫലം പെട്ടെന്ന് കാണില്ല, നല്ലതായാലും ചീത്തയായാലും. ഞാനിപ്പോൾ പ്രാർത്ഥിച്ചത് എന്തുകൊണ്ടാണ് എനിക്ക് നടക്കാത്തത്? രാമൻ വന്നിട്ട് എന്താണ് എന്നെ രക്ഷിക്കാത്തത്? നമ്മളും ചിലപ്പോൾ ചോദിക്കും എന്തുകൊണ്ടാണ് ഈശ്വരകാരുണ്യം നമ്മളിൽ ഇല്ലാത്തത്? അതിനൊക്കെ ഉത്തരമുണ്ട്. എന്താ വെച്ചാൽ സമയം എല്ലാറ്റിനും പ്രധാനമാണ്. ബാലോപ്യംഭി ഭവത്യുത്തത്ര നസ്യാനാമിവ ഭക്തഭക്തയെ. എല്ലാറ്റിനും അതിൻ്റേതായിട്ടുള്ള കാലമുണ്ട്. കാലോപ്യംഗീ ഭവത്യുത്ര ആണ്. കാലോപ്യംഗീ ഭവത്യത്ര സസ്യാനാം ഇവ ഭക്തയെ. ഏത് കാര്യവും സസ്യങ്ങളും കുഴിച്ചിട്ടാൽ കായ്ക്കാൻ അതിൻ്റെ സമയത്തല്ലേ കായ്ക്കുള്ളൂ. നമുക്ക് ധൃതിയില്ല, വേഗം കായ്ക്കണം എന്ന് പറഞ്ഞാൽ പറ്റുമോ? അതാണ് കാലോപ്യംഗീ ഭവത്യത്ര സസ്യാനാം ഇവ ഭക്തയെ. സസ്യങ്ങൾ അതിൻ്റെ പഴങ്ങൾ യഥാസമയം മാത്രം കായ്ക്കുന്നു എന്ന പോലെ എല്ലാറ്റിനും സമയമുണ്ട്. അപ്പം ഞാൻ കുറച്ച് അനുഭവിക്കണം, ദുഃഖം അനുഭവിക്കണം എന്നാണ് ഇപ്പോൾ തോന്നുന്നത്. അതുകൊണ്ടാണ് രാമൻ ഇപ്പോൾ ഇവിടെ എത്താത്തതും എന്നെ രക്ഷിക്കാത്തതും. അങ്ങനെ സീത ശാപം കഴിഞ്ഞ് ജീവിതാന്തകരം ഘോരം രാമാ വ്യസനം ആപ്നുഹി. ദുഷ്ട, ആ രാമനിൽ നിന്ന് നിനക്ക് മരണമുണ്ടാവട്ടെ. അതിൽ കുറഞ്ഞൊന്നുമല്ല, ആ രാമനിൽ നിന്ന് തന്നെ നിനക്ക് മരണം ഉണ്ടാവട്ടെ എന്ന് ഞാനിതാ ശപിക്കണു. ഈ നിന്ദ്യകർമ്മത്തിന് നീയെ അനുഭവിക്കും. ആ കൈകേയിക്ക് സന്തോഷമായിട്ടുണ്ടാവും. ഇപ്പോഴാണ് നമ്മുടെ പതനം പൂർണ്ണമായത്. ഞങ്ങൾ നേരെവാതിരിക്കുക, അതാണല്ലോ കൈകേയിക്ക് വേണ്ടത്. സന്തോഷിക്കട്ടെ, എല്ലാം അനുഭവിക്കുക, എന്നെ വരനോടത്ത് വെച്ച് കാണാം. ചില സമയത്ത് നമുക്ക് അങ്ങനെ വേണ്ടി വരുമല്ലോ. അങ്ങനെ ആ സീത പറയണം, കൊന്ന മരങ്ങളെ നിങ്ങൾ പറയൂ രാമനോട്, രാവണനാണ് എന്നെ അപഹരിച്ചത്. ആമന്ത്രേ ജനസ്ഥാനെ കർണികാരാൻ സുപുഷ്പിതാൻ. നന്നായി പൂത്ത് നിൽക്കുന്നതായിരിക്കുന്ന കൊന്നപ്പൂക്കളെ ദയവായി രാമൻ വന്നാൽ രാവണനാണ് എന്നെ അപഹരിച്ചത് എന്ന് നിങ്ങൾ പറയുമോ? അരയന്നങ്ങൾ, നീർക്കോഴികൾ, അതുപോലെ തന്നെ അവിടെ ഗോദാവരി, ഇതൊക്കെ ഗോദാവരി നദിയിലുണ്ടാവും. അരയന്നുണ്ടാവും, അതുപോലെ തന്നെ നീർക്കോഴി ഉണ്ടാവും. അവ നിറഞ്ഞ ഗോദാവരി നദി നിന്നെ ഞാൻ വന്ദിക്കുന്നു. നീ പറയുമോ രാമനോട് എന്നെ ദുഷ്ടരാവണൻ അപഹരിച്ചു എന്ന്? പക്ഷിമൃഗാദികളെ, നിങ്ങൾ ആരെങ്കിലും
എന്നെ രാവണൻ അപഹരിച്ച വിവരം പറയുമോ? നിങ്ങളെയൊക്കെ ഞാൻ ശരണം പ്രാപിക്കുന്നു എന്ന് പറയാണ്. സർവാണി ശരണം യാമി മൃഗപക്ഷിഗണാനിച്ച, മൃഗപക്ഷിഗണങ്ങളെ മുഴുവൻ ശരണം പ്രാപിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. ദയവായി രാവണൻ എന്നെ കൊണ്ടുപോയ കാര്യം രാമനോട് പറയുമോ? രാവണൻ സീതയെ അപഹരിച്ചു എന്ന് കേട്ടാൽ എന്തെങ്കിലും മാർഗം രാമൻ കണ്ടെത്തിക്കോളും. പക്ഷെ അതറിയണ്ടേ? ആദ്യം വേണ്ടത് ആരാ കൊണ്ടുപോയെന്നറിയാം, അല്ലാണ്ട് എന്താ തിരയണത്? അതുകൊണ്ട് നിങ്ങൾ ഈ വിവരം ദയവായിട്ട് രാമന് കൊടുക്കുമോ എന്നങ്ങനെ കുറച്ചത്തിൽ കരയാൻ തുടങ്ങി. രാമൻ എന്ന് അറിഞ്ഞു കിട്ടിയാൽ മതി, എങ്ങനെയെങ്കിലും എന്നെ തിരിച്ചുകൊണ്ട്. അത്ര വിശ്വാസമാണ് തൻ്റെ ഭർത്താവിനെ, കഴിവുണ്ട്, ശക്തിയുണ്ട്, തന്നോട് സ്നേഹമുണ്ട്, അതൊക്കെ തന്നെയല്ലേ വേണ്ടത്. അതുകൊണ്ട് പരാക്രമം കൊണ്ട് തിരിച്ചെടുക്കും രാവണനിൽ നിന്ന്. അപ്പോഴാണ് ജടായുവിനെ കണ്ടത്. സ തഥാ കരുണാവാചോ വിലപന്തിസ്തു ദുഃഖിത വനസ്പതിഗതം കൃത്രം ദദർശായതലോചന. ആയതലോചന സുന്ദരിയായിട്ടുള്ള സീത ആ ജടായുവിനെ കണ്ടു. ആ ജടായുവിനോട്, ജടായു അനാഥയായിട്ടുള്ള ഒരു സ്ത്രീയെ പോലെ എന്നെ കൊണ്ടുപോകുന്നുണ്ടോ? ഭർത്താവുണ്ട് അനിയനുണ്ട് എന്ന് പറഞ്ഞിട്ടപ്പോൾ എന്തേ കാര്യം ഉണ്ടായി? ഒരു അനാഥ സ്ത്രീയെ ദുഷ്ടൻ തട്ടിക്കൊണ്ടുപോകുന്നത് പോലെ എന്നെ കൊണ്ടുപോകുന്നത് നീ കാണുന്നില്ലേ? നീയെങ്കിലും ആ രാമനോട് പറഞ്ഞ് എന്നെ രക്ഷിക്കുമോ? നിനക്ക് നേരെ ഈ രാവണനെ തടയാൻ കഴിയുമോ? കഴിയുമെങ്കിൽ എനിക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ ഉപകാരം ഹേ പക്ഷിശ്രേഷ്ഠ അതായിരിക്കും. ഇല്ല അല്ലേ, അങ്ങേക്ക് എങ്ങനെ കഴിയുക? ഈ ദുഷ്ടൻ ശക്തനാണെന്നാണല്ലോ പറഞ്ഞത്. നൈഷവാരയിതും ശക്യത്തവ ക്രൂരോ നിശാചര, ക്രൂരനായിരിക്കുന്ന ഈ നിശാചരനിൽ നീ എതിരിട്ടാൽ നീ ചത്തുപോവും. എൻ്റെ ജീവിതത്തെ അപകടപ്പെടുത്തിയിട്ട് എന്നെ രക്ഷിക്കാൻ കഴിയൂല, നീ മരിക്കും ചെയ്യും. അതല്ലേ സത്യത്തിൽ. ആ ഒരു പ്രതീക്ഷയൊന്നുമില്ല, വെറുതെ ഒന്നിങ്ങനെ പറഞ്ഞു പോയി. പക്ഷെ ഒരു കാര്യം നീ ചെയ്ത വിരോധമില്ല. ലക്ഷ്മണായ സർവം ആഖ്യാത അവ്യമശേഷത, ഈ വിവരം ഒന്ന് രാമലക്ഷ്മണന്മാരോട് നീ പറയുമോ? കേട്ടപ്പോൾ ജടായുവിന് ധർമ്മബോധം നല്ലോണമുണ്ട്. ധർമ്മിഷ്ഠനാണ്, തെറ്റിനെ കണ്ടാൽ പ്രതികരിക്കുന്ന ആളാണ്. അന്നിങ്ങനെ അതുവരെ ഉറങ്ങുകയായിരുന്നു. ഈ ശബ്ദം കേട്ട് ഉണർന്നു. സീതയുടെ വിലാപം, രാവണൻ്റെ കൊണ്ടുപോണ കോലാഹലം ഒക്കെ ഇങ്ങനെ കണ്ടപ്പോൾ പർവ്വത സദൃശനായിരിക്കുന്ന അല്ലേ, അദ്രിശൃംഗാഭം എന്നാണ്. അത്ര വലിപ്പമുണ്ട്. സാധാരണ ഒരു കഴുകണമെന്നല്ല അത്. അതാണ്. വേഗം പറഞ്ഞു, ഹേ ദുഷ്ടരാവണ, ദയവായിട്ട് നീ ഹീനകൃത്യം ചെയ്യരുത്. ദശഗ്രീവർത്തിതോ ധർമ്മേ പുരാണേ സത്യസംശ്രവ. ദശഗ്രീവ, അങ്ങേക്ക് ധർമ്മസ്ഥിതി കാര്യങ്ങൾ അറിയാം എന്നാണല്ലോ വെപ്പ്. എന്നിട്ട് ഈ നിന്ദ്യകർമ്മത്തിൽ എന്തുകൊണ്ട് ഏർപ്പെടുന്നു? ഞാൻ ജടായുവാണ്, എന്നെ വെറുതെ വിടില്ല എന്ന് പറയാണ്. രാജാ സർവസ്യ ലോകസ്യ മഹേന്ദ്രവരുണോപമ, ഇന്ദ്രനും വരുണനും തുല്യമായിരിക്കുന്ന ലോകനാഥനായിട്ടുള്ള രാമപത്നിയെ ഇങ്ങനെ നീ ചെയ്യരുത്. ഈ പരദാരത്തിനെ കൈകൊണ്ട് പിടിക്കുന്നത് തന്നെ തെറ്റാണ്. മനസ്സിൽ വേണ്ടാത്ത ചിന്ത ഉണ്ടാകുന്നതും തെറ്റാണ്, പാപമാണ്. ഘോരമായിട്ടുള്ള നരകത്തിൽ നീ തീർച്ചയായിട്ടും പതിക്കും എന്നങ്ങനെ പറഞ്ഞിട്ടൊന്നും രാവണൻ കേട്ടില്ല. വീണ്ടും പിന്മാറാൻ വേണ്ടി പറഞ്ഞത് കേൾക്കാതെ ലോകരീതി നീ അനുസരിക്കണം. ശാസ്ത്രത്തിലും ശ്രുതിയിലും ചിലപ്പോൾ പറയാത്ത കാര്യങ്ങൾ ഈ ലോകത്തിൽ ധർമ്മമായിട്ട് വരുന്നത് എങ്ങനെയാണെന്നറിയോ? ഭരണ നേതാക്കൾ കാണിക്കുന്നത് കണ്ടിട്ടാണ്. അതുകൊണ്ട് മറ്റുള്ളവർക്ക് അനുകരിക്കാവുന്ന രീതിയിൽ ചെയ്യേണ്ടത് രാജാവിൻ്റെ കടമയാണ്. ജടാവിന് ബുദ്ധിൻ്റെ ധർമ്മബോധമുണ്ട്. എന്തൊക്കെയാണ് പറയണത്? രാജാധർമ്മസ്യ കാമസ്യ ദ്രവ്യാണാഞ്ചോത്തമോ നിധി. ചിലപ്പോൾ ഈ ശ്രുതിയിലും ശാസ്ത്രത്തിലും പറയാത്ത കാര്യങ്ങൾ ഈ ലോകത്തിൽ പ്രമാണമാവും. അതെങ്ങനെ അറിയോ? എന്നെ പോലുള്ള ഭരണാധികാരികൾ ചെയ്യുന്നത് കണ്ടിട്ടാണ്. ധർമ്മശുഭം വാ പാപം വാ രാജമൂലം പ്രവർത്തതേ. രാജാവ് കാരനാണ് അത് നിയമമായിട്ട് വരുന്നത്. അപ്പോൾ രാജാവ് എപ്പോഴും ചെയ്യാവുന്ന പ്രവൃത്തികളെ ചെയ്യാവൂ, അരുതാത്തത് ചെയ്യരുത്. ന്യായേണ മാർഗേണ മഹിം മഹീഷ എന്ന് പ്രാർത്ഥിക്കുന്നത് കൊണ്ട് ആ രാജാക്കന്മാർ ധർമ്മനിഷ്ഠയിൽ കൂടിയിട്ട് രാജ്യം ഭരിക്കട്ടെ. അത് വലിയ പ്രസക്തിയുണ്ട്. ഇത് മൂലം നിൻ്റെ സുഹൃതം മുഴുവൻ രാവണ ക്ഷയിക്കും. നീ കാത്തിരുന്നോ. കാമസ്വഭാവോ യസോസോ ന ശക്യത്വം പ്രമാദിതം നഗി ദുഷ്ടാത്മനാമാര്യാം അവസാത്യാലേചിരം രണവിഷയേ പുരേ വാതേതാം രാമോ മഹാബലനായിരിക്കുന്ന ആ രാമൻ എന്ത് തെറ്റാണെന്ന് എന്നോട് ചെയ്തത്? സ്വന്തം പത്നിയെ അപഹരിക്കാൻ മാത്രം ആ കരനെ കൊന്നതാണോ രാമൻ ചെയ്ത തെറ്റ്?
എതിർക്കാമെന്നാൽ ആരായാലും എതിർക്കും. മാത്രമല്ല ശൂർപ്പണഖ സീതയെ പിടിച്ചു കൊണ്ടുപോകാനും തിന്നാനും ശ്രമിച്ചു. ആരെങ്കിലും നോക്കി നിൽക്കുമോ? സ്വന്തം പത്നിയെ ഉപദ്രവിക്കാമെന്നാൽ? ആ ശൂർപ്പണഖയുടെ സഹോദരനാണ് നിൻ്റെ പുത്രനായിട്ടുള്ള ഖരൻ. അതുകൊണ്ട് കൊന്നു. അനവധി ഋഷിമാർക്ക് ശല്യം ഉണ്ടാക്കി തീർത്ത് അനവധി ആളുകളെ കൊന്നു തിന്നുന്ന ഖരനെ വെച്ചേക്കുകയാണോ പിന്നെ വേണ്ടത്? അതുകൊണ്ടാണ് രാമൻ ഇത് തെറ്റ് ചെയ്തു എന്ന് അറിവുള്ളവർ പറയില്ല. ചെയ്തത് ശരിയാണെന്നാണ് എല്ലാവരും പറയുക. അതുകൊണ്ടൊന്നും നിനക്ക് സീതയെ അപഹരിക്കാനുള്ള അർഹത ഇല്ല. നീ വിഷപ്പാമ്പിനെ വസ്ത്രത്തിൽ കെട്ടിയിടുകയാണ് എന്നറിയണില്ല ഇപ്പം ചെയ്യുന്നത്. അതേപോലെ കഴുത്തിൽ വീണ കാലപാശവും നീ കാണുന്നില്ല. നിൻ്റെ കഴുത്തിൽ വീണ കാലപാശമോ വസ്ത്രത്തിൽ കുടുങ്ങിയിട്ടുള്ള അത്യുഗ്രമുള്ള വിഷപ്പാമ്പിനെയോ അറിയാത്തതുപോലെയാണ് ഇപ്പോൾ നീ ചെയ്യുന്നത്. പിന്നെ വേറൊരു ഉപമ പറഞ്ഞു. ഈ ഉപമയാണ് കാവ്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ശരീരസ്യ ഭവേഖേദ കത്തൽ കർമ്മസമാജെ കൃത്വ ന ഭവേ ധർമ്മോ ന കീർത്തിർ ന യശോ ധ്രുവം. അതുകൊണ്ടൊരു കൃത്യമോ കീർത്തിയോ യശസ്സോ നിനക്ക് ഉണ്ടാവില്ല. ദാഹം വരുന്ന സമയത്ത് വിഷം കുടിച്ചിട്ട് ദാഹം മാറ്റാം എന്ന് പോലെയുള്ള പ്രവൃത്തി നീ ഇപ്പം ചെയ്യുന്നു. ഭോക്തവ്യം ജീരതേ ധനമായം അനാമയം. യാതൊരു വിഷമം കൂടാണ്ട് കുറച്ച് വിഷം കുടിച്ചിട്ട് ജീവിക്കാം അല്ലേ? സർവത്തോ ബാക്കി കാര്യങ്ങളോ ശീതളപാനീയോ കുടിക്കണ പോലെ കാളകൂട വിഷം കുടിച്ചിട്ട് നിനക്ക് സുഖമായിട്ടിരിക്കാം എന്ന് വിചാരിച്ചാൽ അതിനെന്തർത്ഥമാണ് രാവണ ഉള്ളത്? അങ്ങനത്തെ പ്രവൃത്തിയാണ് ഇപ്പം നീ ചെയ്തിരിക്കുന്നത്. ഇത് ഈ കളിയാണ് നീ രാക്ഷസവംശം മുഴുവനെ മുടിയും. രാവണ പൈതാമഹമായിട്ടുള്ള രാജ്യത്തെ പാലിക്കുന്നതായിട്ടുള്ള ഞാൻ ജടായു പറയാണ്. പിറന്നിട്ട് 60,000 കൊല്ലായി. ജടായുവിന് 60,000 വയസ്സായി ഇത്രേ. പണ്ടൊക്കെ ഈ ആയുസ് വളരെ കൂടുതലാണ്. മനുഷ്യനായാലും ബാക്കി ജീവികളെ ആയുസ് കൂടുന്നതാണ് കൃതയുഗത്തിലൊക്കെ. പിന്നെ ഈ ആയുസ് കുറയുകയാണ് ചെയ്യാമെന്നാണ് പറയണത്. അപ്പം 60,000 കൊല്ലം ആയി ഈ ഭൂമിയിൽ ഞാൻ വന്നിട്ട്. അതുകൊണ്ട് ഒരു കാര്യം ഞാൻ പറയാം. ഞാൻ കാണത്തക്ക വിധം ഈ സീതയെ നീ ഇവിടുന്നാണ് കൊണ്ടുപോയില്ല. വൈക്കോ നിനക്ക് കൊണ്ടുപോകാം. വൃദ്ധോഹം ത്വം യുവാ ധന്യ. നീ വില്ല് കൈ പിടിച്ചാലുള്ള ധന്യ. നിനക്ക് ചെറുപ്പമാണ്, എനിക്ക് പ്രായമാണ്. എന്നാലും ഞാൻ പറയുകയാണ്, ഈ പ്രായത്തിൽ തന്നെ ഞാൻ എതിർക്കും. അവിടെ ഞാൻ പ്രായമൊന്നും നോക്കില്ല. സുഖമായിട്ട് നിനക്ക് സീതയെ കൊണ്ടുപോകാൻ സാധിക്കില്ല. എന്ന ശക്തത്വം ബലാർത്ഥം വൈദേഹിയും മമ പശ്യത. ഞാൻ കാണച്ചിലെ ആ സീതയെ അപഹരിക്കാൻ നിനക്ക് സാധിക്കില്ല. നീ അത്രയ്ക്ക് ആയിട്ടില്ല. ധൈര്യം ഉണ്ടെങ്കിൽ എന്നോട് യുദ്ധം ചെയ്തിട്ട് തോൽപ്പിച്ചിട്ട് നീ സീതയെ കൊണ്ടുപോകും. ആരുമില്ലാത്ത സമയത്ത് ഒരു സ്ത്രീയെ കൊണ്ടുപോകലല്ല പൗരുഷത്വം. പരാക്രമം സ്ത്രീകളിലല്ല വേണ്ടു. ധൈര്യം ഉണ്ടെങ്കിൽ നീ എന്നോട് യുദ്ധം ചെയ്യേ. അല്ലെങ്കിൽ രാമലക്ഷ്മണന്മാരെ തോൽപ്പിച്ചിട്ട് സീതയെ കൊണ്ടുപോകുന്നാൽ അന്ന് ഞാൻ തന്നെ സമ്മതിക്കാം. രാമായണം ഉണ്ടാവില്ല അങ്ങനെ വെച്ചാൽ. രാമലക്ഷ്മണന്മാർ ഇവിടെ വന്നാൽ രാമായണം കഴിഞ്ഞു അല്ലേ? അത് പറ്റില്ല. അപ്പോൾ രാമായണം ഉണ്ടാവണോ അതിന് വേണ്ടിയിട്ടാണ്. അതാണ് എന്തുണ്ടായത്. ഈ സംഗതികളൊക്കെ ഇങ്ങനെ വരുന്നത്. രാവണ, നിൻ്റെ നാളുകൾ എണ്ണപ്പെട്ടു എന്ന് നീ കണക്കാക്കുക. ന ചിരാചീരവാസാസ്ത്വം രാമോ യുധി വധിഷ്യതി. ആ യുദ്ധത്തിൽ തീർച്ചയായിട്ടും രാമൻ നിന്നെ വധിക്കും, സംശയമൊന്നുമില്ല. രാക്ഷസകുലം മുഴുവൻ നശിക്കാനുള്ള പ്രവൃത്തിയാണ് ഇപ്പം നീ ചെയ്യണത്. എൻ്റെ കൊക്കിൽ ജീവനുള്ളിടത്തോളം കാലം സീതയെ നീ ഇവിടുന്ന് കൊണ്ടുവരില്ല. എൻ്റെ ഒരു കടമയാണത് എന്ന് ഞാൻ കരുതുന്നു. നിനക്ക് ഞാൻ നന്നായിട്ടുള്ള യുദ്ധം സൽക്കാരമായിട്ട് തരാം. എന്തായാലും നീ എൻ്റെ അതിഥിയല്ലേ. നിനക്ക് ഞാൻ തരുന്ന സൽക്കാരം എന്താണ്? യുദ്ധമാണ് എന്നും പറഞ്ഞ് രാവണനിട്ട് കണ്ണങ്ങോട്ട് ജ്വലിപ്പിച്ചു. ദേഷ്യം വന്നു. ജടായുവും രാവണനും തമ്മിൽ ഘോരമായിട്ടുള്ള യുദ്ധം ഉണ്ടായി. മൂർത്തതായിട്ടുള്ള നഖങ്ങൾ കൊണ്ട് ആ ശരീരത്തിൽ അനവധി മുറിവുകൾ കീറി മാന്തി പൊളിച്ചു. കൊക്കുകൊണ്ട് ശരീരത്തെ കൊത്തി കഷ്ണങ്ങൾ ആക്കി എടുക്കുകയും ചെയ്തു. അനവധി ശരങ്ങൾ ആ ജടായുവിൻ്റെ നേർക്ക് ദുഷ്ടനായിട്ടുള്ള രാവണനെ അയച്ചു. അസ്ത്രങ്ങളാൽ മൂടപ്പെട്ടതായിട്ടുള്ള ആ പക്ഷിയെ വേണ്ടതോളം രാവണൻ ആക്രമിച്ച് അവസാനം ചന്ദ്രഹാസം കൊണ്ട് ചിറക് വെട്ടി. ചിറക് പോയതോടു കൂടിയിട്ട് കാലും ഒക്കെ പോയി. ജടായു അവശനായി. അങ്ങനെ പിന്നെ അതിനൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല. പക്ഷിയുടെ പ്രധാനപ്പെട്ടതൊക്കെ ചിറകാണ്.
പക്ഷേ രാമനെ കണ്ടിട്ടേ മരിക്കാവൂ എന്ന് സീതാദേവിയോടൊരു വരം ചോദിച്ചു എന്ന് പറയണു. അത് അധ്യാത്മരാമായണത്തിലാണ് അധികം പറഞ്ഞത്. ഇവിടെ അങ്ങനെ ഒരു വരദാനം ഇവിടെ കാണാനില്ല. എന്തായാലും ഈ വിവരം പറഞ്ഞിട്ടേ മരിക്കാവൂ എന്ന് ഒരു വരം ഇന്ദിരാദേവിയോട് വാങ്ങി എന്ന് അധ്യാത്മരാമായണത്തിൽ പറയുന്നുണ്ട്. ഈ വിവരെങ്കിലും ഒന്ന് പറയണം, രാവണനെ തടയാൻ എനിക്ക് കഴിഞ്ഞില്ല. ദുഷ്ടനും ശക്തനുമായിട്ടുള്ള അവൻ എന്നെ മൃതപ്രായനാക്കി, ഇനി കുറച്ചും കൂടി കഴിഞ്ഞാൽ പ്രാണനാട് പോവുകയാണ്. അതുവരെ ആക്കി തീർത്തില്ലേ ദുഷ്ടരാവണ, നീ ഇതിനെ അനുഭവിക്കും. ആ മരണസമയത്ത് പറഞ്ഞ മൊഴികളൊക്കെ ഫലിക്കുന്നവരെ നീ ഇതിനെ അനുഭവിക്കും തീർച്ചയായിട്ടും. കാരണം ഒരു ചൂണ്ടയിൽ മത്സ്യം കൊത്തിയിട്ടാണ് ആ മത്സ്യത്തിൻ്റെ ജീവിതം കഴിയണത്. അതുപോലെ സീത ഇവിടെ ചൂണ്ടയായിട്ട് നിനക്ക് ഭവിച്ചിരിക്കുന്നു. ആ സീതയാൽ തീർച്ചയായിട്ടും നീ മരണപ്പെടും, സംശയമൊന്നും ഇതിന് വേണ്ട. അങ്ങനെ രാവണനെ കുറേ ദ്രോഹങ്ങളൊക്കെ ചെയ്തതോടു കൂടിയിട്ട് കുറേ കൈകളടക്കം മുറിച്ചു ജഡായു എന്നാണ്. അങ്ങനെ ശക്തമായിട്ട് പ്രഹരിച്ച് ചന്ദ്രഹാസം കൊണ്ട് ജഡായുവിനെ മൃതപ്രായമാക്കിയിട്ട് ചിറകും വെട്ടി അവസാനം വീണ് പടഞ്ഞ് എല്ലാ ചലനവും പക്ഷിശ്രേഷ്ഠൻ നിശ്ചലനായി എന്ന് പറയണം. മരിച്ചിട്ടില്ല, രാമനെ കണ്ടിട്ടേ മരിക്കുള്ളൂ. തം നീലജീമൂത നികാശകൽപ്പം സപണ്ടുരോരസ്കമുദാരവീര്യം തതശലങ്കാധിപതി പൃഥിവ്യാം ജഡായുഷം ശാന്തം ഇവാഗ്നിദാവം. മരണം എന്നൊക്കെ പറഞ്ഞാൽ ചലനങ്ങൾ ശരീരത്തിലുള്ളതിങ്ങനെ കുറഞ്ഞ് ചലനാണ്ട് അലറ്റി വീഴുക, അങ്ങനെയാണല്ലോ. ആദ്യം ചലനം, പിന്നെ കുറഞ്ഞ് പിന്നെ ചലിക്കാൻ പറ്റാതെ അവശമായിട്ട് അങ്ങോട്ട് മരിക്കുക. അങ്ങനെ ആ ചലനം കുറഞ്ഞ് ആ ജഡായു നിശ്ചേഷ്ടനായി ഏകദേശം മരിച്ചു എന്നേ ഉള്ളൂ. പ്രാണൻ അവിടെ കിടക്കുന്നുണ്ട്. സീത ഉറക്ക നിലവിളിക്കുകയാണ്. ഒരു രോധ സീത ജനകാത്മജാതദാ. പാവം, എനിക്ക് വേണ്ടി അവൻ പ്രാണൻ പോലും കളഞ്ഞില്ലേ എന്ന് കരുതി ആ സീത അവനെ ഓർത്ത് ദുഃഖിച്ചു. ചില ആൾക്കാർ മറ്റൊരാൾക്ക് വേണ്ടി പ്രാണനെ കളയണു, ചില ആൾക്കാരോ സ്വാർത്ഥത്തിന് വേണ്ടി വേറൊരാളെ കൊല്ലാൻ മടിക്കില്ല. രണ്ടറ്റാണ്. ആലോചിച്ച് നോക്കൂ പ്രപഞ്ചത്തിൻ്റെ ഒരു സ്ഥിതി. എന്നങ്ങനെ പറഞ്ഞ് ആ സീതയെ വിമാനത്തിൽ ആ തേരിൽ അങ്ങനെ കയറ്റി, കഴുതകളെ പൂട്ടിയിട്ടുള്ള തേരിൽ കയറ്റി. ആ തേരൊക്കെ പണ്ട് ആകാശത്ത് കൂടെ സഞ്ചരിക്കുന്ന തേരാണ്. പിന്നെ പുഷ്പക വിമാനത്തിൽ കൊണ്ടുപോയി എന്നൊക്കെ പറയും. എന്തായാലും രാമ ലക്ഷ്മണ എന്നെ രക്ഷിക്കൂ. ത്രാഹിമാമത്യകാകുസ്ത ലക്ഷ്മണേ ദിവരാംഗന സുതന്ത്രത്ത സമാക്രന്ദൻ ശൃണ്വതാം തു യഥാന്തികേ. ലക്ഷ്മണ എന്നോട് ഞാൻ പരുഷം പറഞ്ഞതിൻ്റെ ശിക്ഷ എനിപ്പിക്കുക കിട്ടി. ഒരിക്കലും പറയാൻ പാടാർത്താണ്, ക്ഷമിക്കണം, എന്നെ രക്ഷിക്കൂ എന്നൊക്കെ എന്നെ പറഞ്ഞു. ചുറ്റിപ്പിണഞ്ഞ ഒരു വള്ളിയെ പോലെ കെട്ടിപ്പുണരുന്ന അവളുടെ അടുത്ത് ചെന്ന് വിടൂ എന്ന് ആ രാക്ഷസൻ പല പ്രാവശ്യം സീതയോട് പറഞ്ഞു. കാരണം സീത ഈ സമയത്ത് ജഡായുവിനെ കെട്ടിപ്പിടിച്ചിരിക്കുകയാണ്, പോണില്ല. എന്നെ രക്ഷിക്കണമെന്നും പറഞ്ഞ് അവിടെ രണ്ട് കൈയോടും ജഡായുവിനെ പിടിച്ചു. ജഡായുവിനെ കൊണ്ട് അത്രയും പൊന്തില്ല, അത്ര വലിയ പക്ഷിയാണ്. എങ്ങനെയെങ്കിലും രാവണനിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി വിടൂ എന്ന് രാവണൻ അതിക്രൂരമായിട്ട് ആ കൈ വിടൂ എന്ന് പറഞ്ഞ് തലപിടി ചിറ്റിപ്പിടിച്ച് അവസാനം നിവൃത്തിയില്ലാതെ കൈ സീത അയച്ചു. ഈ നിവൃത്തിയില്ല അവനോട് എന്നങ്ങനെ പറഞ്ഞ് ആ സമയത്ത് ഗംഭീരമായ ദുർനിമിത്തങ്ങൾ. കാരണം എന്തുണ്ടാവാൻ പോകുമ്പോഴും ഉണ്ടായാലും പ്രകൃതിയിൽ ചില ലക്ഷണങ്ങൾ ഉണ്ടാവുന്നതാണ്. മഹാന്ധകാരം എല്ലാ ദിക്കിലും വ്യാപിച്ചു. സൂര്യൻ മങ്ങി, തേജസ്സില്ലാണ്ടായി. അതുപോലെ തന്നെ അവിടെയുള്ള പക്ഷിമൃഗാദികളും കാട്ടിൽ വസിക്കുന്ന ധർമ്മിഷ്ഠന്മാരായിട്ടുള്ള ആളുകൾ കേട്ടോ, മഹർഷിമാരെ പോലെ, അവരൊക്കെ എവിടെയാണ് വേദം, എവിടെയാണ് മോദം, എവിടെയാണ് ധർമ്മം, എവിടെയാണ് സത്യം എന്നൊന്നും ഇല്ലല്ലോ ഈ ലോകത്തിൽ. ഈശ്വര, ആരും സീതയെ രക്ഷിക്കാനില്ലേ? അപ്പം മഹർഷിമാരിവിടെ ഖേദവും മോദവും ഒരേപോലെ ഉണ്ടാക്കി അവർക്ക് അനുഭവിപ്പിച്ചു എന്ന് പറയുന്നു. അതെങ്ങനെ ഖേദവും മോദവും ഒപ്പുണ്ടാവുക? സീതയുടെ സ്ഥിതി ഓർത്തിട്ട് അവർക്ക് ഖേദമുണ്ടായി. അതേ സമയത്ത് സീതാപഹരണം ഇല്ലെങ്കിൽ രാവണവധം ഉണ്ടാവില്ല. അപ്പോൾ രാവണവധം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണല്ലോ രാമാവതാരം തന്നെ. അപ്പം അതുകൊണ്ട് അതിനുള്ള ആ കാൽവെപ്പ് നടന്നിരിക്കുന്നു. സീതയെ അപഹരിച്ചിട്ട് വേണം രാവണൻ നല്ലപോലെ ശത്രുത്വം ഉണ്ടായിട്ട് വേണം രാവണനെ വധിക്കാൻ. അപ്പോൾ ഏതായാലും അതുണ്ടാവും, ഇന്നല്ലെങ്കിൽ നാളെ രാവണവധം ഉണ്ടാവും എന്ന് സമാധാനിച്ചു. നാരായണീയത്തിൽ തദ്വദോപായ ലാഭാത്, ഗുരുവായൂരപ്പ
സത്യത്തിൽ സീത അപഹരിക്കപ്പെട്ടപ്പോൾ അങ്ങേക്ക് ദുഃഖമല്ലല്ലോ ഉണ്ടായത്. തത് വധോപായം, ആ രാവണനെ വധിക്കാനുള്ള കാരണം ഉണ്ടായി എന്ന് വിചാരിച്ച് ഉള്ളിൽ സന്തോഷിക്കുകയല്ലേ അങ്ങ് ചെയ്തത് എന്ന് ഭട്ടതിരിപ്പാട് ചോദിക്കുന്നുണ്ട്. തത് വധോപായ ലാഭാൻ, അവനെ വധിക്കാനുള്ള കാരണം ഉണ്ടായതിൽ സന്തോഷിക്കുക. മഹർഷിമാർക്ക് അങ്ങനെ ഒരു ആശ്വാസം, നന്നായത്. ഇങ്ങനെ ഉണ്ടായാലേ എന്തുണ്ടാവുള്ളൂ, ആ ദുഷ്ടൻ ലോകത്തുനിന്ന് നശിക്കുള്ളൂ. ആകാശത്തു നിന്ന് അങ്ങനെ ഉയർന്ന് മിന്നൽക്കൊടി ആകാശത്തിൽ മിന്നിത്തിളങ്ങി പ്രകാശിക്കുന്നത് പോലെ പലപ്പോഴും ഈ മിന്നൽക്കൊടിയായിട്ട് നല്ല സ്ത്രീകളെയും സൗന്ദര്യമുള്ള വസ്തുക്കളെയും ഉപമിക്കും. അത് മിന്നലിൻ്റെ പ്രകാശത്തിന് മാത്രമാണ് കേട്ടോ, അപകട സാധ്യത അതിൽ വരില്ല. മിന്നൽ കൊണ്ടുള്ള അപകടം പിടിപൊട്ടലൊന്നുമല്ല, ആ പ്രകാശം അത്രയേ ഉള്ളൂ. പ്രകാശത്തിനോടാണ് ഉപമിക്കുന്നത്, മിന്നൽ പ്രകാശത്തിനോട്. മിന്നൽ എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ നമ്മുടെ ദൃഷ്ടിയിലൊരു നല്ല കാര്യമല്ല. ഇടിമിന്നൽ, ഇടിമിന്നൽ പോലെയുള്ള ചിലപ്പോൾ ശരിയല്ലാത്ത രീതിയിൽ നമ്മൾ പറയും. ആ പ്രകാശത്തിനെ മാത്രം എടുത്തിട്ടാണ് എന്ത് വേണത് നന്നായിട്ട് ഇവിടെ ഉപമിക്കുന്നത്. മിന്നൽക്കൊടി പോലെ ശരീരത്തിലെ മാലകൾ, പൂമാലകളുടെ ആ പൂക്കളൊക്കെ രാവണൻ്റെ ശരീരത്തിൽ കുറേശ്ശായിട്ട് ഇങ്ങനെ വീണു എന്ന് പറയുകയാണ്. തളർന്നു, മല്ലിക്കെട്ടി തളർന്ന് സീത ദുഃഖത്തോടു കൂടിയിട്ട് ആ ശരീരത്തിലത്തെ പൂക്കൾ, മാല ചാർത്തിയിട്ടുള്ള ആ പൂക്കളൊക്കെ കൊഴിഞ്ഞ് വീണു. ആ ചന്ദ്രമുഖിയായിട്ടുള്ള സീത ആകാശത്തിൽ ഇത്രയൊക്കെ അവശനായിട്ട് ആ ശോഭ പോയിട്ടില്ല. അവശയായിട്ടും എന്തോ തേജസ്സുണ്ടായിരുന്നു, പക്ഷേ ദുഃഖത്തോടു കൂടിയിട്ട്. അങ്ങനെ ചില ആഭരണങ്ങൾ മുതലായിട്ടുള്ള നൂപുരങ്ങൾ ചിലതൊക്കെ വസ്ത്രത്തിൽ കെട്ടി സീത കീഴ്പ്പെട്ടിട്ടു. അത് സുഗ്രീവാദികൾക്ക് കിട്ടുകയാണ്. അങ്ങനെ സത്യവും ധർമ്മത്തെയും ഇല്ലാത്തതിനെക്കുറിച്ച് ആ കാട്ടിലുള്ളവരെല്ലാം ദുഃഖിച്ചു കൊണ്ടിരിക്കെ രാവണൻ സീതയും കൊണ്ട് പോയി എന്ന് പറഞ്ഞിട്ടാണ് സീതാപഹരണം, ജടായുവിൻ്റെ പതനം, രണ്ട് വിഷയം അവസാനിക്കുന്നത്. ഇനി ലങ്കയിലേക്ക് പോയിട്ട് രാവണൻ സീതയെ ദ്രോഹിക്കണു. സീത നേരിട്ട് ദ്രോഹിക്കണില്ല, രാക്ഷസികളിൽ കൂടിയിട്ട് ദ്രോഹം ഉണ്ടാക്കുന്നു. രാമനെ കൊല്ലും എന്ന പ്രതിജ്ഞ, രാവണനെ കൊല്ലുമെന്ന പ്രതിജ്ഞ രാമനും, രാമനെ കൊല്ലുമെന്ന പ്രതിജ്ഞ രാവണനും സ്വീകരിക്കുകയാണ്. രാക്ഷസന്മാരെയൊക്കെ വിളിക്കി പറയുകയാണ്, ആ രാമൻ ജീവിച്ചിരിക്കോളം എനിക്ക് സ്വസ്ഥതയുണ്ടാവില്ല എന്നും പറഞ്ഞ് രാമവധ പ്രതിജ്ഞ രാവണൻ ചെയ്യണു. രാവണവധ പ്രതിജ്ഞയോ രാമനും ചെയ്യണതാണ് തുടർന്നുള്ള ഭാഗം. പൂർവൻ രാമതപോവനാധിഗമനം മത്വാ മൃഗാഞ്ജനം വൈദേഹീഹരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലീ നിഗ്രഹണന്തമുദ്രതരണം ലങ്കാപുരീദാഹനം പശ്ചാത് രാവണകുംഭകർണനിധനം മേധസ്യ രാമായണം. രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമഃ.